എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്, ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം. ഇഷിത തിരിച്ചെത്തുകയാണ്. ഇഷിത നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു മോളെ എന്നൊക്കെ ചോദിക്കുന്നു. നീ എന്താ പോയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാനിങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കാണാം. അപ്പോൾ പറഞ്ഞു, അല്ലല്ലോ, മഹേഷിനൊരു മകനും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് വിഷമമായി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത് കേട്ടപ്പോൾ വിഷമമായി. എന്തായാലും ഞാനൊരു ഉറച്ച തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വൈകുന്നേരം അച്ഛനോട് പറയാമെന്നും പറഞ്ഞ് ഇഷിത മഹേഷിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ചിപ്പി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇഷിതയെ നോക്കി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഡോർ തുറന്ന് ഇഷിത അകത്തേക്ക് കയറുന്നത്. ചിപ്പി ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇഷിത പറയുന്നു, മോളെ സ്കൂളിൽ പോകണ്ടേ, പെട്ടെന്ന് റെഡിയാകുക. അങ്ങനെ മോളെ പെട്ടെന്ന് റെഡിയാക്കുന്നു. അപ്പോൾ മഹേഷിനോട് ചോദിക്കുന്നു, ഓഫീസിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അമ്മയോട് പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നു. മഹേഷിനാണെങ്കിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല, എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നൊക്കെ. അങ്ങനെ മഹേഷിനോട് ഇഷിത പറയുന്നു, ഞാൻ നേരത്തെ പോകും കേട്ടോ, എനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇഷിത മോളെ ചിപ്പിയെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിപ്പിയെ സ്കൂൾ ബസ്സിലാക്കാൻ പോകാൻ നേരത്തെ ചിപ്പിയോട് പറയുന്നു, മോൾക്കൊരു ചേട്ടനുണ്ട്, ആദി എന്നാണ് പേര്, മോളവനെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നല്ല ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മോളെ സ്കൂളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഇഷിതയും മഹേഷും തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇഷിതയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു, ഇഷിത ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ